ഈശോയുടെ ജനനം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ ജനനത്തെപ്പറ്റി നമുക്ക് അറിവ് ലഭിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്, ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നെല്ലാം നമുക്ക് ഈശോയുടെ ജനനത്തെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കുകയാണ്. ഒരിക്കൽ ശിഷ്യന്മാരെല്ലാം യേശുവിനോട് പറഞ്ഞു, അങ്ങയുടെ അമ്മയെ സംബന്ധിച്ച് അങ്ങ് എപ്പോഴും വളരെ മനോഹരമായി ഞങ്ങളോട് സംസാരിക്കാറുണ്ടല്ലോ. അങ്ങയുടെ ജനനത്തെപ്പറ്റി ഞങ്ങളോട് പറയാൻ സാധിക്കുമോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ, ഈശോയുടെ ജനനത്തെപ്പറ്റി ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ നാം വായിക്കും. പിന്നീട് ഒരിക്കൽ പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും അവർക്ക്, അതായത് ശിഷ്യന്മാർക്ക്, അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മത്തായി സുവിശേഷകൻ സുവിശേഷം എഴുതുമ്പോൾ അത് യേശുവോ അല്ലെങ്കിൽ പരിശുദ്ധ മറിയമോ പറഞ്ഞ അറിവിൻ്റെ വെളിച്ചത്തിലാണ് മത്തായി സുവിശേഷകൻ എഴുതുക. എന്നാൽ ഇവിടെ ഈശോ തന്നെ നേരിട്ട് ആ സംഭവം ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ വ്യക്തമാക്കുകയാണ്. പരിശുദ്ധ അമ്മയും അതിനെക്കുറിച്ചൊരു വിവരണമൊക്കെ നൽകുന്നുണ്ട് ഒന്നാമത്തെ വോളിയത്തിൽ. നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മേഖലയിൽ വളരെയധികം അറിവ് ലഭിക്കുകയും അനേകം തെറ്റിദ്ധാരണകൾ മാറുകയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്, യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു അന്നത്തെ ആ സംഭവമെന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മരിയ വളത്തോർത്തയിലെ ഈശോയുടെ ജനനത്തെ സംബന്ധിച്ച് ഈശോ പറയുന്ന കാര്യങ്ങൾ നാം അല്പം ഒന്ന് മരിയ വളത്തോർത്തയുടെ ഭാഷയിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈശോ ജനിച്ചത്? ഈശോയുടെ ജനനത്തെ സംബന്ധിച്ചുള്ള നിമിഷങ്ങൾ നമ്മളൊന്ന് വായിച്ച് കേൾക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളേവരെയും അമ്മക്കഥയുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ ജനനം. ബത്ലഹേമിൽ വലിയ ആൾത്തിരക്കാണ്. അവിടെ പേരെഴുതിക്കാൻ വന്നവരും വേറെ സ്ഥലങ്ങളിൽ പേരെഴുതിക്കാൻ പോകുന്നവരും ഉണ്ട്. നമുക്ക് സൗകര്യം കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ജോസഫ് പിതാവ് പറയുകയാണ് പരിശുദ്ധ അമ്മയോട്. അപ്പം അമ്മ പറയുകയാണ്, ഭയപ്പെടേണ്ട ജോസഫേ, സമാധാനമായിരിക്കൂ, എനിക്ക് ഒരു പ്രയാസവുമില്ലല്ലോ. മേരിയെ കഴുതപ്പുറത്ത് തന്നെ ഇരുത്തിയിട്ട് ജോസഫ് വീടന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. വളരെ നിരാശനായി തിരിച്ചു വന്നു. ഒരു സ്ഥലവും കിട്ടിയില്ല. നേരം പെട്ടെന്ന് സന്ധ്യയാകാൻ തുടങ്ങി. മഞ്ഞുകാലമാണല്ലോ. ജോസഫ് ഹോട്ടലുടമയോട് കേണപേക്ഷിച്ചു. ചില യാത്രക്കാരോടും ചോദിച്ചു നോക്കി. അവരെല്ലാം നല്ല ആരോഗ്യമുള്ള പുരുഷന്മാരാണല്ലോ. പ്രസവ സമയമെടുത്തൊരു സ്ത്രീക്ക് വേണ്ടി സ്വല്പം സ്ഥലം ഒഴിഞ്ഞു തരുമോ? അവരുടെ കാരുണ്യത്തിനായി ജോസഫ് യാചിക്കുന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. വൃദ്ധനായ ഒരു മനുഷ്യൻ അവരോട് പറഞ്ഞു, അവിടെ ഒരു ഗുഹയുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഗുഹ. ഒരു പക്ഷേ ആരും അത് സ്വന്തമാക്കിയിട്ടുണ്ടാകില്ല. അവർ വേഗത്തിൽ ഗുഹയെ ലക്ഷ്യമാക്കി നീങ്ങി. ഉള്ളിൽ പ്രകാശമില്ല. ശരിക്കും കാണുവാൻ ജോസഫ് തൻ്റെ തോൾസഞ്ചിയിൽ നിന്നും വിളക്കും തിരിയുമെടുത്ത് കത്തിക്കുന്നു. അകത്തേക്ക് കടന്നപ്പോൾ മുക്രയിട്ടുകൊണ്ടുള്ള ഒരു സ്വാഗതം. കടന്നു പോരു മേരി, ഇതിനുള്ളിൽ ആരുമില്ല, ഒരു കാള മാത്രമേ ഉള്ളൂ.
ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദം. ജോസഫ് പുഞ്ചിരിയോടെ പറയുന്നു. വൈക്കോൽ തയ്യാറായി. മാർദ്ദവമുള്ള വൈക്കോലിന്മേൽ മേരി കുറേ കൂടി സുഖമായി വിശ്രമിക്കുന്നു. ഒരു തൂണിന്മേൽ ചാരിയാണ് മേരി വിശ്രമിക്കുന്നത്. ജോസഫ് സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. വാതിലിൻ്റെ സ്ഥാനത്തുള്ള ദ്വാരം തൻ്റെ പുറംകുപ്പായം കൊണ്ട് വിരിയിട്ട് മറയ്ക്കുന്നു. പിന്നീട് സ്വല്പം റൊട്ടിയും ചീസും ഒരു കുപ്പിയിൽ നിന്നും സ്വല്പം വെള്ളവും മേരിക്ക് കൊടുക്കുന്നു. മേരി പൂർവ്വസ്ഥിതിയിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. താൻ ഉറങ്ങിപ്പോകാതിരിക്കാൻ ജോസഫ് തീയുടെ സമീപം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ രണ്ടും മുഖത്തോട് ചേർത്ത് വെച്ചാണ് ജോസഫ് പ്രാർത്ഥിക്കുന്നത്. തീയിൽ ചുള്ളികളിടുവാനായി കൈ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. വല്ലപ്പോഴും ചുള്ളി ഒടിക്കുന്നതിൻ്റെയും കഴുത കുളമ്പ് കൊണ്ട് നിലത്ത് ചവിട്ടുന്നതിൻ്റെയും ശബ്ദമൊഴികെ മറ്റൊരു ശബ്ദവും കേൾക്കുവാനില്ല. ഗുഹയുടെ മുകളിലുള്ള വിള്ളലിൽ കൂടെ ചന്ദ്രൻ്റെ രശ്മികൾ അകത്തേക്ക് കയറുന്നു. അഭൗമികമായ ഒരു വെളിച്ചത്തെ പോലെ മേരിയെ അന്വേഷിച്ച് വന്നതുപോലെ തോന്നിക്കുന്നു. ആ പ്രകാശം ചന്ദ്രൻ ഉയരുന്നതിനനുസരിച്ച് പ്രകാശധാരയുടെ നീളം കൂടി വരുന്നു. അവസാനം അത് മേരിയുടെ ശിരസിൽ പതിക്കുന്നു. പരിശുദ്ധമായ പരിവേഷമായി മേരിയുടെ ശിരസിനെ വലയം ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു വിളിയുണ്ടായതുപോലെ മേരി തല ഉയർത്തുന്നു. പിന്നീട് എഴുന്നേറ്റ് വീണ്ടും മുട്ടിന്മേൽ നിൽക്കുന്നു. അവൾ ശിരസ്സുയർത്തുന്നു. അവളുടെ മുഖം ചന്ദ്രരശ്മിയുടെ ധാവള്യത്തിൽ പ്രകാശിക്കുന്നു. അവൾക്ക് ചുറ്റുമുള്ള പ്രകാശം കൂടിക്കൂടി വരുന്നു. ആ പ്രകാശം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വന്നതുപോലെ തോന്നുന്നു. എല്ലാറ്റിലും അധികമായി അവളിൽ നിന്നും തന്നെ ആ പ്രകാശം പ്രസരിക്കുന്നതായി തോന്നുന്നു. മേരിയുടെ ശരീരത്തിൽ നിന്നും പ്രകാശം ശക്തമായി പ്രസരിക്കുന്നു. സ്വർഗത്തിൽ നിന്നും വരുന്ന പ്രകാശം മുഴുവൻ തന്നിലേക്ക് മേരി വലിച്ച് അടുപ്പിക്കുന്നത് പോലെ തോന്നുന്നു. ഇപ്പോൾ പ്രകാശം മുഴുവൻ അവളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ പ്രകാശം അവൾ ലോകത്തിന് പ്രദാനം ചെയ്യും. പ്രകാശം കുറെ കൂടി വരുന്നു. അത് കൂടിക്കൂടി വരുന്നു. കണ്ണുകൾക്ക് താങ്ങാനാകാത്ത വിധം അതത്ര ശക്തമാണിപ്പോൾ. ആ പ്രകാശവലയത്തിനുള്ളിൽ കന്യക മറയുന്നു. പ്രകാശത്തിൻ്റെ ധവളമായ ഒരു മറ അവളെ അതിനുള്ളിലേക്ക് ലയിപ്പിച്ചതുപോലെ തോന്നുന്നു. പ്രകാശം കണ്ണുകൾക്ക് സഹിക്കാറായപ്പോൾ മേരി തൻ്റെ അരുമജാതനെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നതായി കാണുന്നു. റോസ് നിറത്തിൽ തുടുതുടുത്ത ഒരു കുഞ്ഞ്, റോസാമുട്ടുകൾ പോലെയുള്ള കൈകൾ, അത് ഒരു റോസ് പൂവിൻ്റെ ഉള്ളിലൊതുങ്ങുന്ന ചെറുപാദങ്ങൾ കൊണ്ട് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നു. കുഞ്ഞു ശിരസ് മേരിയുടെ ഉള്ളം കൈയിൽ ചേർന്നിരിക്കുന്നു. ശിശുവിനെ നോക്കി അവൾ ആരാധിക്കുന്നു. മേരി പുഞ്ചിരിക്കുകയും ഒപ്പം കണ്ണുനീർ വീഴ്ത്തുകയും ചെയ്യുന്നു. അവൾ കുനിഞ്ഞ് ശിശുവിനെ ചുംബിക്കുന്നു. ശിരസിലല്ല, നെഞ്ചിൻ്റെ മധ്യഭാഗത്ത്. നമുക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ചെറുഹൃദയം അതിനടിയിലാണല്ലോ. അവിടെ ഒരു ദിവസം ഒരു മുറിവുണ്ടാകുവാനുള്ളതാണ്. അമ്മ ആ മുറിവിനെ ഇന്നേ പരികർമ്മം ചെയ്യുന്നു, തൻ്റെ പാപരഹിതമായ ചുംബനത്താൽ. പ്രാർത്ഥനയിൽ മുഴുകി ചുറ്റും നടക്കുന്നതൊന്നും അറിയാതിരുന്ന ജോസഫിന് മുഖത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന കൈവിരലുകളിടയിലൂടെ പ്രകാശം കണ്ണിലേക്ക് കടക്കുന്ന അനുഭവമുണ്ടായി. കൈകൾ മാറ്റി തല ഉയർത്തി ജോസഫ് ചുറ്റും നോക്കുന്നു. മേരി വിളിക്കുന്നു, ജോസഫേ വരൂ. ജോസഫ് തിടുക്കത്തിൽ ചെല്ലുന്നു. ബഹുമാനത്തിൻ്റെ ആധിക്യ നിമിത്തം നിന്നിടത്തു തന്നെ മുട്ടുകുത്താൻ തുടങ്ങുന്നു. എന്നാൽ മേരി നിർബന്ധമായി പറയുന്നു, വരൂ ജോസഫേ. അവൾ ഇടതുകൈ
അവൾ ഇടതു കൈ വൈക്കോലിൽ കുത്തി വലതു കൈ കൊണ്ട് ശിശുവിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് ജോസഫിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി സന്തോഷാധിക്യത്താൽ കരയുന്നു. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം. ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ ദേവദൂതൻ തൻ്റെ ചിറകുകൾ കൂടുതൽ കൂടുതൽ വിരിക്കുന്നു. അടക്കാനാവാത്ത സന്തോഷത്താൽ ചിറകുകൾ വീശുന്നു. ആ ചിറകുകളിൽ നിന്ന് സ്വർണ്ണ തീപ്പൊരികളും വിലപിടിച്ച രത്നങ്ങളും താഴേക്ക് വീഴുന്നത് പോലെ കാണുന്നു. വിജയകമാനം തീർക്കുന്ന ഒരു മഴവില്ല് പോലെ ദരിദ്രമായ ആ ഷെഡിന് മുകളിൽ ദേവദൂതൻ നിൽക്കുന്നു. മിശിഹയാകുന്ന രക്ഷകൻ. ദേവദൂതൻ കൂടുതൽ പ്രകാശമാനമായ വെളിച്ചം വീശി മിന്നുന്നു. അവൻ ചിറകുകൾ രണ്ടും ഇപ്പോൾ നിശ്ചലമായി മുകളിലേക്ക് നേരെ ഉയർത്തി നിൽക്കുന്നു. ഇന്ദ്രനീല കല്ല് പോലെയും സമുദ്രത്തിന്മേൽ കാണപ്പെടുന്ന രണ്ട് കപ്പൽപ്പായകൾ പോലെയും ആ ചിറകുകൾ ആകാശത്തിലേക്ക് ഉയർന്ന് രണ്ട് വലിയ തീജ്വാലകൾ പോലെയാണ് കാണപ്പെടുന്നത്. കർത്താവായ മിശിഹ. ദേവദൂതൻ തൻ്റെ മിന്നിത്തിളങ്ങുന്ന ചിറകുകൾ ഒതുക്കി അതുകൊണ്ട് സ്വയം മൂടുന്നു. മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിന്മേൽ ധരിക്കുന്ന വജ്രനിർമ്മിതമായ ഒരു പുറംകുപ്പായം പോലെ തോന്നിക്കുന്നു. കൈകൾ രണ്ടും വിലങ്ങനെ നെഞ്ചത്തു ചേർത്ത് വച്ച് തല കുനിച്ചാണ് ആരാധനയർപ്പിക്കുന്നത്. ഒതുക്കി വച്ചിരിക്കുന്ന ചിറകുകളുടെ ഇടയിൽ ദേവദൂതൻ്റെ ശിരസ് മറഞ്ഞിരിക്കുന്നു. നിശ്ചലവും പ്രകാശപൂർണവുമായ ഒരു ദീർഘ ചതുരരൂപം മാത്രം കുറച്ചു സമയത്തേക്ക് കാണപ്പെടുന്നു. പുൽത്തൊട്ടിയുടെ ഉള്ളിലേക്ക് നോക്കി കുനിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ ഒരു യുവതിയെയും ഒരു മനുഷ്യനെയും എനിക്ക് കാണാം. പിന്നെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. സ്ത്രീ ശിശുവിനോട് സംസാരിക്കുകയാണ്. ആ സ്വരം എത്ര മാധുര്യമേറിയത്! അവൾ എന്താണ് പറയുന്നത്? അവൾ പറയുന്നു, ഈശോ എൻ്റെ ഉണ്ണി, ഈശോ അമ്മയുടെ സ്നേഹമേ, കരയാതിരിക്കൂ. കുഞ്ഞുമകനെ, ഓ എൻ്റെ മോനെ, അല്പം പാല് കുടിക്കൂ എന്ന് എനിക്ക് പറയുവാൻ കഴിഞ്ഞെങ്കിൽ, എന്നാൽ എനിക്കിപ്പോൾ പാലില്ല. നീ ആകെ തണുത്തിരിക്കുന്നല്ലോ. എൻ്റെ സ്നേഹമേ, വൈക്കോലിൻ്റെ ദുർഗന്ധവും വരുന്നുണ്ടല്ലോ. നിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് എത്ര വേദനയാണ്. നിന്നെ സഹായിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ. അവൾ പറയുന്നു, എൻ്റെ ജീവനെ, ഉറങ്ങൂ. നീ കരയുന്നത് കേൾക്കുന്നതും നിൻ്റെ കണ്ണീര് കാണുന്നതും എൻ്റെ ചങ്ക് പിളർക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചുംബിക്കുന്നു. അവൾ തണുത്തിരിക്കുന്ന അവൻ്റെ ചെറുപാദങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് ചൂടാക്കുകയാണെന്ന് തോന്നുന്നു. കാരണം പുൽത്തൊട്ടിയിലേക്ക് കൈകൾ നീട്ടി അവൾ കുനിഞ്ഞാണ് നിൽക്കുന്നത്. അവളെ വിളിക്കൂ, നീ വന്നെന്ന് മനസ്സിലാക്കട്ടെ. മറ്റുള്ളവരെക്കാൾ ധൈര്യമുള്ള ഒരിടയൻ പറയുന്നു, അമ്മേ, ഈ കമ്പിളി എടുത്തുകൊള്ളുക. ഇത് മാർദ്ദവവും വൃത്തിയുമുള്ളതാണ്. ജനിക്കാറായ എൻ്റെ ശിശുവിനു വേണ്ടി ഞാൻ ഒരുക്കിയതാണ്. എന്നാൽ അത് ഞാൻ അമ്മയ്ക്ക് തരുന്നു. ഈ ശിശുവിനെ ഇതിന്മേൽ കിടത്തുക. ഇത് മൃദുവും ചൂട് നൽകുന്നതുമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വളരെ ഭംഗിയുള്ള ആട്ടിൻ തോൽ കൊടുക്കുന്നു. അത് വെളുത്ത് മാർദ്ദവമുള്ള രോമം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അവർ ആടിനെ കറക്കുന്നു. ഒരു തുണിക്കഷണത്തിൻ്റെ അഗ്രം പാലിൽ മുക്കി മേരി ശിശുവിൻ്റെ അധരങ്ങൾ നനയ്ക്കുന്നു. ഉണ്ണി മധുരമുള്ള ആ പാലിൻ്റെ പത നുണയുന്നു. അവരെല്ലാവരും പുഞ്ചിരിക്കുന്നു. ശിശു ആ തുണിക്കഷ്ണവും വായിൽ പിടിച്ചുകൊണ്ട് ആട്ടിൻ രോമത്തിൻ്റെ ചൂട് കിട്ടിയപ്പോൾ ഉറങ്ങുന്നത് കണ്ട് കൂടുതൽ ചിരിക്കുന്നു. സ്ത്രീയെ, ധൈര്യമായിരിക്കൂ, നിങ്ങൾക്കായി ഒരു വീട് അന്വേഷിക്കാം. സ്ത്രീയെ, ധൈര്യമായിരിക്കൂ, നിങ്ങൾക്കായി ഒരു വീട് അന്വേഷിക്കാം. എൻ്റെ സാമിനിയോട് ഞാൻ പറയും. ഏലിയാസ് പറയുന്നു, അവൾ നല്ലവളാണ്. തൻ്റെ സ്വന്തം മുറി നിങ്ങൾക്ക് തരണമെങ്കിൽ തന്നെയും അവൾ നിങ്ങളെ സ്വീകരിക്കും. പ്രഭാതമായാലുടനെ
ഞാൻ അവളോട് പറയും. അവളുടെ വീട് നിറയെ ആളുകളാണ്, എന്നാലും നിങ്ങൾക്ക് അവൾ സ്ഥലമുണ്ടാക്കിത്തരും. എൻ്റെ കുഞ്ഞിനെങ്കിലും സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ജോസഫും ഞാനും നിലത്ത് കിടന്നോളാം. എന്നാൽ എൻ്റെ കുഞ്ഞിനു വേണ്ടി ദേവദൂതന്മാർ പറഞ്ഞു, സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്നാൽ അവർ ഞങ്ങൾക്ക് ഇപ്പോഴേ തന്നു കഴിഞ്ഞു. കാരണം ദേവദൂതൻ പറഞ്ഞു, ആ ശിശുവാണ് രക്ഷകൻ, കർത്താവായ ക്രിസ്തു. ഞങ്ങൾ ദരിദ്രരും അറിവില്ലാത്തവരുമാണ്, എന്നാൽ രക്ഷകൻ സമാധാനത്തിൻ്റെ രാജകുമാരനായിരിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്ന് ആരാധിക്കുവാനും ദേവദൂതൻ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ തൻ്റെ സമാധാനം ഞങ്ങൾക്ക് തന്നത്. അത്യുന്നതമായ സ്വർഗത്തിൽ ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇവിടെയുള്ള അവൻ്റെ ക്രിസ്തുവിന് മഹത്വമുണ്ടാകട്ടെ. അവനെ പ്രസവിച്ച സ്ത്രീയെ, നിങ്ങൾ അനുഗ്രഹീതയാകുന്നു. അവനെ വഹിക്കുവാൻ അർഹതയായതിനാൽ നീ പരിശുദ്ധയാകുന്നു. ഞങ്ങളുടെ രാജ്ഞിയായി ഞങ്ങളോട് കൽപ്പിക്കുക. നിന്നെ സേവിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മേരി ഈശോയെ സാവധാനത്തിലെടുക്കുന്നു. വൈക്കോൽമേലിരുന്ന ആ ചെറുപാദങ്ങൾ തുണികളിൽ പൊതിഞ്ഞ് അവർക്ക് ചുംബിക്കാൻ കൊടുക്കുന്നു. ഇടയന്മാർ നിലംപറ്റത്താണ് ആ ചെറുപാദങ്ങൾ ചുംബിക്കുന്നു. താടിമീശയുള്ളവർ അത് ശുചിയാക്കുകയാണ്. ചുംബനത്തിനായി പോകാറായപ്പോൾ അവർ പുറംതിരിഞ്ഞ് നടക്കാതെ പിന്നിലേക്ക് നടക്കുന്നു. അവർ തങ്ങളുടെ ഹൃദയങ്ങൾ ഉണ്ണിയുടെ പക്കലേൽപ്പിച്ചിട്ട് പോകുന്നു. മേരി ശിശുവിനെ മടിയിൽ വെച്ചുകൊണ്ട് വൈക്കോൽമേലിരിക്കുന്നു. ജോസഫ് കൈമുട്ടുകൾ രണ്ടും പുൽത്തൊട്ടിയിൽ കുത്തിച്ചാരി നിന്നുകൊണ്ട് ദിവ്യശിശുവിനെ നോക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. യഥാർത്ഥത്തിൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇത് വളരെ ചെറുതാക്കി, വളരെ എഡിറ്റ് ചെയ്തുകൊണ്ട് വളരെ ചെറുതാക്കി പറഞ്ഞ ഒരു കാര്യം. എന്നാൽ ഇത് വളരെ മനോഹരമായി മരിയ വാളത്തോർത്തയുടെ 1-ാമത്തെ വോളിയത്തിൽ അത് കാണുവാനായി സാധിക്കും. നിങ്ങളത് വാങ്ങുകയും വായിക്കുകയും ചെയ്യുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമെന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ പ്രസവിച്ച് കഴിഞ്ഞ വഴിക്ക്, അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകിയ വഴിക്ക്, അവർക്ക് പാലില്ലാതെ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയാതെ വേദനിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിപാലനയായി ആട്ടിടയന്മാർ ആടിനെയും കൊണ്ടൊക്കെ വരികയാണ്. തൻ്റെ ആട്ടിടയൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഉടുപ്പ്, ആട്ടിൻ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു ഉടുപ്പ് നമ്മുടെ ഉണ്ണീശോയ്ക്ക് കൊടുക്കുകയാണ്. അവർ കൈവശമുണ്ടായിരുന്ന പാലൊക്കെ കൊടുക്കുകയാണ്. ഇത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ പരിപാലന. ദൈവം മാലാഖമാരിലൂടെ ആട്ടിടയന്മാരെ അറിയിക്കുകയും ഈ ആട്ടിടയന്മാർ അവരുടെ ദാരിദ്ര്യത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈശോയുടെ ജനനം മുതൽ ഈശോയോടൊപ്പം നടന്നവരാണ് ഈ ആട്ടിടയന്മാർ. രക്ഷകൻ പിറന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വളരെയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങി നശിപ്പിക്കപ്പെട്ടവരാണ് ഈ ആട്ടിടയന്മാർ. എന്നാൽ അവർ ദൈവത്തെ കണ്ണിൽ കണ്ടതുകൊണ്ട് മരിക്കുന്നതുവരെ വിശ്വാസം നഷ്ടപ്പെടാതെ അവർ കൊണ്ടു നടന്നു എന്നുള്ളത്. ദൈവമനുഷ്യൻ്റെ സ്നേഹിതത വായിക്കുമ്പോൾ 1-ാമത്തെ വോളിയം തുടങ്ങി 16-ാമത്തെ വോളിയത്തിൽ
16-ാമത്തെ ഓളയത്തിൽ ഈശോ സ്വർഗത്തിലേക്ക് എല്ലാ രക്ഷാകര സംഭവങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറുമ്പോൾ അവസാനം അവനെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ എലിയാസ് എന്ന് പറയുന്ന ഈ ഒരു ആട്ടിടയനും ഉണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയനും അവരുടെ കൂടെ ഉണ്ട്. പരിശുദ്ധ അമ്മ ഹൃദയം നിറഞ്ഞ് ഒരു വിളിയുണ്ട്. എൻ്റെ ഈശോയേ എന്നൊരു വിളിയാണ് സ്വർഗത്തിലേക്ക് കരയേറുമ്പോൾ. ഈശോ സ്വർഗത്തിലേക്ക് കരയേറുന്നത് കണ്ട് സന്തോഷത്താൽ ആനന്ദത്താൽ ഹൃദയം പൊട്ടി മരിച്ച ഒരാട്ടിടയൻ്റെ കഥ ബൈബിളിൽ നമുക്ക് ലഭിക്കില്ല, പക്ഷേ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ലഭിക്കും.